സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരാൻ 2 കാര്യങ്ങളാണ് യേശുനാഥൻ പറയുക. അത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. 1, ശത്രുക്കളെ സ്നേഹിക്കുക. 2, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, അവൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവനെ ഞാൻ ചിന്തിക്കാതിരിക്കുന്ന രീതിയിൽ വേറൊരു ചിന്തയിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആ വ്യക്തിയോട് പിണക്കമുണ്ട്. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് മാറുന്നില്ല. ആരെങ്കിലും അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. എനിക്ക് മകന് മകളെന്ന് വിളിക്കാൻ അർഹതയുണ്ടോ എന്ന് നമുക്ക് തമ്പുരാൻ്റെ സന്നിധി ചിന്തിച്ചു നോക്കാം. നമുക്ക് ആരുടെങ്കിലും വെറുപ്പ് വിദ്വേഷം ഉണ്ടെങ്കിൽ, ശത്രുതയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് അത് കൃപയായിട്ട് മാറും. അത് ആ വെറുപ്പ് നമ്മിലുള്ളിൽ നിന്ന് മാറും. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയില്ലെങ്കിൽ അത് വലിയൊരു ശത്രുതയായിട്ട് മാറും. എത്രയോ പേരെയാണ് നമ്മളിങ്ങനെ ഒഴിവാക്കിയിട്ടിരിക്കുന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ കയറാതെ ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. കുറേ പേരുണ്ടാകും, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അവരിലേക്ക് സ്നേഹം ഒഴുകാതിരിക്കാൻ വേണ്ടി. അവരെ കാണുമ്പോഴേക്കും, അവരുടെ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് അപ്പോഴേക്കും നമ്മൾ മുഖം തിരിക്കുന്നു. അവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുകയില്ല. പ്രാർത്ഥിക്കാം.